നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര സഹൃദയ MBA കോളേജിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ടു. 2 പേർക്ക് ഗുരുതര പരിക്ക്. കയ്പമംഗലം മഞ്ചിപ്പുര ബീച്ചിൽ സ്കൂൾ വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പാലപ്പിള്ളി കുണ്ടായിയിൽ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിയിൽ കാട്ടാന ഇറങ്ങി ഭീതി പരത്തി. പന്നിത്തടം ജംഗ്ഷനിൽ ഇന്ന് രാവിലെ വീണ്ടും അപകടം. KSRTC ബസും കാറും കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ മുണ്ടൂരിലെ കുപ്പിക്കഴുത്ത് പൊളിച്ചു തുടങ്ങി. വാർത്തകൾ വിശദമായി. കൊടകര സഹൃദയ MBA കോളേജിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ടു. 2 പേർക്ക് ഗുരുതര പരിക്ക്. കല്ലമ്പലം നാവായിക്കുളത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് 17 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. 2 പേരുടെ നില ഗുരുതരം. തൃശൂർ കൊടകര MBA കോളേജിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വിദ്യാർത്ഥികളും അധ്യാപകരുമടക്കം 42 അംഗ സംഘമാണ് ബസ്സിലുണ്ടായിരുന്നത്. വിഴിഞ്ഞത്തേക്ക് പഠനയാത്രയ്ക്ക് എത്തിയ സംഘമാണ് ബസ്സിലുണ്ടായിരുന്നത്. ഇന്ന് പുലർച്ചെ 3:30 അപകടം നടന്നത്. ദേശീയപാതയിലെ സർവീസ് റോഡിൽ ബസ് നിയന്ത്രണം വിട്ട് ചരിഞ്ഞതാണ് അപകടം സംഭവിച്ചത്. വിദ്യാർത്ഥി ക്രിസ്റ്റോ പോൾ, അസിസ്റ്റന്റ് പ്രൊഫസർ നോയൽ വിൽസൺ എന്നിവർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നിന്നും കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ബസ് ഡ്രൈവർക്കും നിസാരമായി പരിക്കേറ്റിട്ടുണ്ടെന്നാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം. കയ്പമംഗലം വഞ്ചിപ്പുര ബീച്ചിൽ സ്കൂൾ വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ചെന്താപ്പിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി 17 വയസ്സുള്ള അമീർ അലിയാണ് മരിച്ചത്. കയ്പമംഗലം വടിയമ്പലത്തിന് കിഴക്ക് തട്ടാർക്കുഴി വീട്ടിൽ സുബീറിന്റെ മകനാണ് അമീർ അലി. വെള്ളിയാഴ്ച രാവിലെ സ്കൂളിലേക്ക് പോയ വിദ്യാർത്ഥി സ്കൂളിലെത്തിയിരുന്നില്ല. കുട്ടിയെ കാണാതായ വിവരമറിഞ്ഞ രക്ഷിതാക്കൾ കയ്പമംഗലം പോലീസിൽ പരാതിപ്പെടാൻ എത്തിയപ്പോഴാണ് മരണവിവരം അറിയുന്നത്. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പാലപ്പിള്ളി കുണ്ടായിയിൽ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിയിൽ കാട്ടാന ഇറങ്ങി ഭീതി പരത്തി. പാടിയിലെ വാഴകൃഷിയും സർവീസ് വയറുകളും നശിപ്പിച്ച ആനകൾ 2 മണിക്കൂറിലേറെയാണ് പ്രദേശത്ത് ഭീതി പരത്തിയത്. വൈദ്യുതി ഇല്ലാതായതോടെ വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. വ്യാഴാഴ്ച പുലർച്ചെ തോട്ടത്തിലൂടെ എത്തിയ ആനക്കൂട്ടം പാടിക്ക് മുൻപിലെ റോഡിൽ നിലയുറപ്പിക്കുകയായിരുന്നു. പിന്നീട് 2 പാടികളിലെയും വാഴകൾ നശിപ്പിച്ച ശേഷം പാടിയുടെ ഷീറ്റുകൾ മറിച്ചിടാൻ ശ്രമിച്ചു. വീട്ടുകാർ പാട്ടകുട്ടി ശബ്ദം വെച്ചതോടെയാണ് ആനകൾ വീണ്ടും റോഡിലേക്കിറങ്ങിയത്. കാലപ്പഴക്കം ചെന്ന പാടികളിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾ മണിക്കൂറുകളോളമാണ് ഭീതിയിൽ കഴിഞ്ഞത്. പിന്നീട് വനപാലകർ എത്തിയാണ് ആനകളെ കാട്ടിലേക്ക് ഓടിച്ചുവിട്ടത്. കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടി കഴിയുന്ന നാട്ടുകാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണമൊരുക്കാൻ അധികൃതർ ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പന്നിത്തടം ജംഗ്ഷനിൽ ഇന്ന് രാവിലെ വീണ്ടും അപകടം. KSRTC ബസും കാറും കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. സമസ്തയുടെ പ്രോഗ്രാം കഴിഞ്ഞ് വരികയായിരുന്ന കാസർഗോഡ് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറും KSRTC ബസും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. വടക്കാഞ്ചേരി ഭാഗത്തുനിന്ന് വരികയായിരുന്ന ബസ് കേച്ചേരി ഭാഗത്തുനിന്ന് വരികയായിരുന്ന കാറുമായി ജംഗ്ഷനിൽ വെച്ച് തന്നെ ഇടിക്കുകയായിരുന്നു. രാവിലെ 7 മണിക്കായിരുന്നു അപകടം. ഇന്നലെ പുലർച്ചെ 5 മണിക്ക് ഇതേ സ്പോട്ടിൽ വെച്ച് അയ്യപ്പന്മാർ സഞ്ചരിച്ചിരുന്ന ബസും മിനി ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ച് 14 പേർക്ക് പരിക്കേറ്റിരുന്നു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ മുണ്ടൂരിലെ കുപ്പിക്കഴുത്ത് പൊളിച്ചു തുടങ്ങി. മുണ്ടൂർ മുതൽ പുറ്റേക്കര വരെയുള്ള 1.8 കിലോമീറ്റർ ദൂരത്തെ സ്ഥലം ഏറ്റെടുത്താണ് കുപ്പിക്കഴുത്തിന് പരിഹാരം കാണുന്നത്. ഭൂമി ഏറ്റെടുക്കുന്നതിന് 25.57 കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചിരുന്നു. ഭൂമിയുടെ മുഴുവൻ രേഖകളും ഹാജരാക്കി ആദ്യഘട്ട അവാർഡ് അനുവദിച്ച ഗുണഭോക്താക്കളിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് MLA സേവ്യർ ചിറ്റിലപ്പള്ളി, പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ AK നവീൻ എന്നിവരുടെ നേതൃത്വത്തിൽ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി തുടങ്ങിയത്. ശേഷിക്കുന്ന ഗുണഭോക്താക്കളിൽ നിന്നും പൂർണ്ണമായും രേഖകൾ ശേഖരിച്ച് അവാർഡ് അനുവദിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിൽ പുരോഗമിക്കുകയാണെന്ന് MLA അറിയിച്ചു.
ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 35 രൂപ കൂടി ഗ്രാമിന് 13,180 രൂപ, പവന് 1,05,440 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 19 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകര സഹൃദയ MBA കോളേജിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ടു. 2 പേർക്ക് ഗുരുതര പരിക്ക്. കയ്പമംഗലം മഞ്ചിപ്പുര ബീച്ചിൽ സ്കൂൾ വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പാലപ്പിള്ളി കുണ്ടായിയിൽ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിയിൽ കാട്ടാന ഇറങ്ങി ഭീതി പരത്തി. പന്നിത്തടം ജംഗ്ഷനിൽ ഇന്ന് രാവിലെ വീണ്ടും അപകടം. KSRTC ബസും കാറും കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ മുണ്ടൂരിലെ കുപ്പിക്കഴുത്ത് പൊളിച്ചു തുടങ്ങി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേഷണം രാത്രി 9:30, 10:30, 11:30, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.